ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഉച്ചയൂണിന് തേങ്ങയൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന കറികൾ. 10 മിനിറ്റ് മാത്രം മതി ഈ കറികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എവിടെയെങ്കിലും പോയി വരുമ്പോൾ നമ്മൾ കറികളൊന്നും വെച്ചിട്ടില്ല, ഇപ്പോൾ ചോറിനാൻ സമയമായി, പ്രത്യേകിച്ച് കറി വെക്കാൻ വീട്ടിലൊന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കറികളൊന്നും ട്രൈ ചെയ്യാവുന്നതുള്ളൂ. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. വളരെ ചിലവ് കുറഞ്ഞ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു രുചി കൊണ്ട് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 5 ആൾക്ക് കഴിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ കറികളൊക്കെ തയ്യാറാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഒഴിച്ച് കറിയാണ്, പരിപ്പ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം പരിപ്പ്, തൂരപ്പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തന്നെ ഒരു ഇടത്തര സവാളയുടെ നേർ പകുതി, അതും പിന്നെ ഒരു ചെറിയ ഒരു തക്കാളി, പിന്നെ ഒരു 5 6 പച്ചമുളക് അതും കൂടി കട്ട് ചെയ്ത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് വേവാനായിട്ടുള്ള വെള്ളം വെക്കണം. 1/4 കപ്പ് വെള്ളം അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. വെള്ളം കുറഞ്ഞാലായിട്ട് കറി നല്ല കട്ടിയാവും, അപ്പോൾ അത്യാവശ്യം വെള്ളം വേണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രത്തോളം വെള്ളം ആവശ്യമായിട്ട് വരും. പിന്നെ കുക്കർ സാധാരണ രീതിയിൽ അടച്ചെടുത്തിട്ട് നമുക്ക് ഒരു വിസിൽ, കറക്റ്റ് ഒരു വിസിൽ മതി. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഒരു വിസിൽ വന്നുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിടുക. എന്നിട്ട് മറ്റൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അത് ചൂടായി വരുമ്പോൾ 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ചുവന്നുള്ളി ഒരു 5 6 വെളുത്തുള്ളി അതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിടുക. അതായത് ഇടികളിൽ ഇടിച്ചിടുന്നതായിരിക്കും നല്ലത് കേട്ടോ, നന്നായി ചതഞ്ഞ് പോകരുത്. ഉള്ളി ചതച്ചതും ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം, കരിഞ്ഞു പോകരുത്. നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് എരിവിനായിട്ട് നമ്മൾ കുത്തുമുളകാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇടിച്ച മുളകില്ലേ അത്, അതിലേക്ക് ആവശ്യമായിട്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഈ മൂപ്പ് മതി, ഇത്രയും മൂപ്പ് മതി, നന്നായി ഒന്ന് മൂത്ത് പോകരുത്. അപ്പോൾ ഇത് നമ്മുടെ കുത്തുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം കുത്തുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതും നന്നായി ഒന്ന് മൂത്ത് നല്ലൊരു മണം വരാനായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. കറി സിമ്പിളായിട്ടുള്ള കറിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ചൂടോടുക്കനെ കഴിക്കാനായിട്ട്, ചോറിൽ കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. കണ്ടില്ലേ, പരിപ്പ് ഇത്ര വേവാനായിട്ട് പാടുള്ളൂ, നന്നായി വെന്തുടയരുത്. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഉള്ളിയുടെ കൂടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, നന്നായി തിളച്ച് വറ്റിക്കരുത്. അപ്പോഴേക്കും നമ്മുടെ കറി, അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ പരിപ്പ് കുത്തി കാച്ചിയതെന്നൊക്കെയാണ് ഇതിനെ പറയാറ്. കറിയൊന്നും ഇല്ല എങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കറി റെഡി ആയിട്ടുണ്ട്. വേഗം തന്നെ അതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. തന്നെ ആ പാൻ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുത്ത കറി റെഡിയാക്കാനായിട്ട്. അപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, ഒരു 1/4 സ്പൂണോളം പെരിഞ്ചീരകം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 6 വെളുത്തുള്ളി അത് നീളത്തിലരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു വലിയ സവാള അത് ചെറുതാക്കി അരിഞ്ഞ് ഓംലേറ്റിന് അരിയില്ല അതുപോലെ അരിഞ്ഞ് നമ്മൾ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടിക്കിട്ടിട്ട് നന്നായി മൊരിഞ്ഞിങ്ങനെ വാടിക്കിട്ടേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് ഒന്ന് സവാള ഒന്ന് വാടിക്കിട്ടിയാൽ മതി. അതിലേക്ക് ആവശ്യമായിട്ട് എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. എരിവ് കൂടിയ മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ആവശ്യമായിട്ട് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കേട്ടോ, വിടാതെ ഇളക്കി കൊടുക്കുക. കാരണം വെളിച്ചെണ്ണ വളരെ കുറച്ചാണ് ഞാൻ ഉപയോഗിക്കാറുള്ളൂ, 1 2 സ്പൂൺ മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വാടി വരുന്ന സമയത്ത് പുളിക്ക് ആവശ്യമായിട്ട് അരമുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. തക്കാളി എല്ലാം ചേർക്കുന്നത്. ഇപ്പോൾ ചെറുനാരങ്ങ ഇല്ല എങ്കിൽ 1/2 സ്പൂൺ വിനാഗിരി ഇല്ലേ, ആ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളത് സവാള സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതുപോലെ സവാള സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുത്ത് അതിലേക്ക് മുട്ട, ഒരു 3 കോഴിമുട്ട അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നടുഭാഗത്തിലേക്കായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇളക്കാനായിട്ട് പാടില്ല, ഇനി അടച്ച് വെക്കുക കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുട്ട നന്നായി വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി എടുക്കാം. കോഴിമുട്ട ഒഴിച്ചു ഉടനെ തന്നെ നമ്മളിത് ഇളക്കി കൊടുത്താലായിട്ട് മൊത്തം നമ്മുടെ മസാലയും പിന്നെ എല്ലാം കോഴിമുട്ടയുടെ ഒരു മണമായിട്ട് മാറും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് ഇതുപോലെ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുത്താലായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കഷ്ണങ്ങളായിട്ട് പോരും കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ കോഴിമുട്ടയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിന് ഇത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് മസാല എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് കുട്ടികൾക്ക് ചോറിലൊക്കെ കൊടുത്തേക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന കറിയാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. കണ്ടില്ലേ, ഇതുപോലെ എല്ലാം കൂടി അവസാനം മസാലയൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആവശ്യമായിട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നീളത്തിലോ എങ്ങനെയാണെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് വേവാനായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ച് കൊടുക്കാം.
ഇതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് പകുതി സവാള, ഒരു വലിയ സവാളയുടെ പകുതി അത് കൊത്തി കഴിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം. ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഓരോ കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങില്ല, അത് നമ്മൾ സവാള അരിഞ്ഞു വെച്ചിട്ടില്ല അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാറുള്ള കറിയാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അവൾ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഒരു പണിയില്ല അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കട്ടിയുള്ള തൈര്, നല്ല പുളിയുള്ള തൈര് അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഒരു വട്ടം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടില്ല, ഇതുപോലെ നന്നായി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മല്ലിയിലല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൽ കറിഞ്ഞ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് വേഗം തന്നെ കഴിക്കണമെങ്കിൽ ഇത് കഴിക്കാം. വെളിച്ചെണ്ണ ഒന്നും താല്പര്യമില്ലാത്തവർക്ക് ഇത് കഴിക്കാം. ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് വരണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർക്കുക. ഒന്ന് മൂപ്പിക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ചേർക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ താല്പര്യമില്ല എങ്കിൽ നമുക്ക് ഈ ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പില്ലേ, എണ്ണ ഒഴിച്ചിട്ടുള്ള സ്റ്റെപ്പ്, അത് ഒഴിവാക്കാം. അതില്ലെങ്കിലും ഈ കറി സൂപ്പറാണ് കഴിക്കാനായിട്ട് കേട്ടോ. ചോറിൽ കൂട്ടി കഴിക്കാനായിട്ട് ഇത് മാത്രം മതി ചോറിനാനായിട്ട്. നമ്മളിത് ഹോസ്റ്റലിൽ ഉണ്ടാക്കിയെടുക്കാറുള്ള കറിയാണ്. ഇത് ഒരു വട്ടം ഇവിടെ വന്നുണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പിന്നെ ഇത് കുറച്ച് പപ്പടം കൂടി വറുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്ന കറികളാണ്, ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്ന കറികളാണ്. ഞാനിത് വീഡിയോ എടുക്കുന്ന കാരണം തന്നെ അരമണിക്കൂറാണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ കറികളൊന്നും ഇല്ലാത്ത ദിവസം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി, പിന്നെ പറയണ്ട. ഈ കറികളും മീൻ വറുത്തതും കൂട്ടി കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇന്നിവിടെ മീനൊന്നും ഇരിപ്പില്ല. ഒരു ഉണക്കമീനാണെങ്കിലും മതി കേട്ടോ. ഇതും ഞാൻ പെട്ടെന്നൊരു യാത്ര പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത കറികളാണ്. നിങ്ങളുടെ കയ്യിൽ മീനുണ്ടെങ്കിൽ അതും ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റും ചെയ്യുക. നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് കാച്ചിയെടുത്തതും കുത്തി കാച്ചിയതും അതുപോലെ തന്നെ നമ്മുടെ മോരുകറി അല്ല, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അതായത് ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ് കേട്ടോ. ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് മോള് ഹോസ്റ്റലിൽ ഉണ്ടാക്കിയെടുക്കാറുള്ളതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും മോരും കൂടിയിട്ടുള്ള കറിയും പിന്നെ നമ്മൾ മുട്ട ചിക്കിയതും, ഇപ്പോൾ മുട്ട ചിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ ഓംലേറ്റ് ഉണ്ടാക്കിയെടുത്താലും മതി. അതും എല്ലാം കൂട്ടി നമ്മളെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. പിന്നെ പപ്പടം മുളകിട്ടതും അതെല്ലാം കൂടിയിട്ട് നമ്മൾ ഉച്ചയൂണ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഒരു മീൻ വറുത്തതും, നേരത്തെ പറഞ്ഞ പോലെ ഒരു മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആവട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.